ആസ് എ വിഷൻ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് തീരങ്ങളിൽ സംസാരിക്കുന്നത് അബൂബക്കർ സഅദി നക്രാജ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മുസ്ലിമിൻ്റെ ജീവിത ഗുണങ്ങളിൽ ഉത്തമമായത് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കരണത്തിൻ്റെയും വിശുദ്ധിയുടെയും ഭാഗമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അനാവശ്യ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത് എന്നുള്ളത്. വ്യക്തിജീവിതമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, വ്യാപാരം, തൊഴിൽ, വ്യവസായം, അധ്യാപനം, സേവനം തുടങ്ങിയ പല തട്ടുകളിലാണ് ഓരോ വ്യക്തിയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഭൗതിക ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അവൻ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടങ്ങളിലെല്ലാം അവൻ്റെ നിക്ഷിപ്തമായ ഒരു വൃത്തത്തിൽ അവന് നിന്നുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം ഇസ്ലാമിക ജീവിതം പരിശുദ്ധമാവുകയും ചെയ്യണമെങ്കിൽ അവൻ ആവശ്യങ്ങൾ മാത്രം ഇടപെട്ടുകൊണ്ട് അനാവശ്യങ്ങളിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സാംസ്കാരികമായി ജീവിക്കുന്ന ഒരു പ്രവർത്തകന് രാഷ്ട്രീയമായുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിനേക്ക് ആ വിഷയത്തിൽ അറിവ് കുറവാണെങ്കിൽ അതിൽ ഇടപെടാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ആ സംസാരം ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും അതിലിടപെടുന്നതും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നമ്മുടെ സംസാരം അരോചകമായി തീരുന്നതും അതൊക്കെയും ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് ഒഴിവാക്കിയാൽ നമുക്ക് വലിയ ഒരു സൽഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ നല്ലൊരു നന്മയുടെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ രണ്ട് ചുമലുകളിലായി കിടക്കുന്ന റഖീബ്, അതീദ് അലൈഹിമുസ്സലാം നമ്മുടെ നന്മതിന്മകളെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മൾ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുമ്പോഴൊക്കെയും തിന്മയായി അത് മാറാനും അത് എഴുതാനും ഏറെയും സാധ്യത കൂടുതലാണല്ലോ. അത് ഒഴിവാക്കാനും പാരത്രിക ജീവിതം പരിശുദ്ധമായി തീരാനും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സേവനങ്ങൾ എല്ലാം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ അതിലൊക്കെയും അനിവാര്യതയും ആവശ്യവും പ്രത്യേകമായും നമുക്ക് നിർബന്ധമായി പഠിപ്പിച്ചു തന്ന നിർബന്ധമായ കാര്യങ്ങളും ഐച്ഛിക കാര്യങ്ങളും അതുപോലെ നമുക്ക് പറ്റിയ ഹലാലായ കാര്യങ്ങളിലും മാത്രം ഇടപെടുകയും അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് ജീവിക്കാൻ സദാ ബദ്ധശ്രദ്ധരാവുകയും പരിശ്രമിക്കുകയും വേണമെന്ന് ഈ ഹദീസിലൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.